പൂരം, പൂരുരുട്ടാതി, അനിഴം, ഉത്രം എന്നിങ്ങനെയുള്ള 4 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന സമയമാണ് വന്നെത്തുവാൻ പോകുന്നത്. അതായത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില ആശങ്കാജനകമായ അവസ്ഥകളും ചില വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും വരും ദിവസങ്ങളെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് അത്രയധികം ആകുലപ്പെടുന്നുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ജ്യോതിഷപരമായ മാറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഡിസംബർ മാസം പിറക്കുന്നതോടെ വന്നെത്തുന്നത്. ഇതിൽ തന്നെ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് 27 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും പല വിധത്തിലുള്ള ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെങ്കിലും ഈ 4 നക്ഷത്രക്കാർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്രകാരം നോക്കുമ്പോൾ ഈ 4 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഡിസംബർ മാസത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തിൻ്റെ തന്നെ അവസാന മാസമായ ഡിസംബർ മാസം ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുകയും അതിലൂടെ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കാണുവാൻ പോകുന്നതുമായ ഒന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകളും ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ട് വരുന്നവരാണ്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഏറ്റവും പ്രധാനമായി സാമ്പത്തികപരമായി ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന ചില പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു പുരോഗതി കാണുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികളും പൂരം നക്ഷത്രക്കാർ നേരിടുന്നുണ്ട്. എന്നാൽ എല്ലാ വിധത്തിലും ഡിസംബർ മാസത്തെ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വളരെ മികച്ച ചില മാറ്റങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും ഒന്നാമതായി പറയേണ്ടത് പൂരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെ പറ്റി തന്നെയാണ്. അതായത് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ ശുഭകാര്യങ്ങളെപ്പറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. കാരണം അത്രയധികം പോസിറ്റിവിറ്റിയും ഭാഗ്യവും നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പണം വരും എന്നുള്ളതിൽ നിങ്ങൾ പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ധനനേട്ടങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ ആകർഷിച്ചെടുക്കുവാൻ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ പണത്തെയും മറ്റുള്ള സൗഭാഗ്യങ്ങളെയും ആകർഷിക്കുവാനുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മാനിഫെസ്റ്റേഷൻ രീതികളെ പറ്റിയുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം പൂരം നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം ഭാഗ്യങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് പ്രപഞ്ചശക്തി കൂടി ഒപ്പമുണ്ടെങ്കിൽ അത് അളവില്ലാത്ത നേട്ടങ്ങളായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ വേഗത്തിൽ കാണുവാൻ കഴിയുമെന്ന് മാത്രം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ
അവയ്ക്കെല്ലാം തക്കതായ നേട്ടങ്ങളും സാമ്പത്തികമായ ഉന്നമനങ്ങളും പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കടബാധ്യതകൾ കൊണ്ടൊക്കെ പൊറുതിമുട്ടി ഒരു രീതിയിലും ജീവിക്കുവാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ തലവര തെളിയുന്ന സമയമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഡിസംബർ മാസത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള പുതിയ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനായി വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്ന ചില പൂരം നക്ഷത്രക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരം നക്ഷത്രക്കാർക്കൊക്കെ ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും അനുകൂലമായ ചില വാർത്തകൾ കേൾക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ചില കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനസികമായി വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. കാരണം ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടേണ്ടി വരികയും വളരെ സ്നേഹിച്ചവരുടെ ഭാഗത്തു നിന്ന് തന്നെ ചില കുറ്റപ്പെടുത്തലുകളും വഞ്ചനയും അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു മാറാത്ത മുറിവ് തന്നെയാണ്. കാരണം ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകത്തക്ക രീതിയിലാണ് ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് തന്നെയാണ് എന്നതാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയാൽ മറ്റൊരു വ്യക്തികൾക്കും നഷ്ടം സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുവാനിരിക്കുന്ന ഈ ശുഭസമയത്തെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും എല്ലാവിധ ഐശ്വര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുകയും വേണം. അതായത് ഈശ്വരാധീനവും ഭാഗ്യവും വളരെയധികം പൂരം നക്ഷത്രക്കാരിൽ ഉള്ള ഈ ഡിസംബർ മാസത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇനി രണ്ടാമതായി ഈ ഡിസംബർ മാസം പിറക്കുന്നതോടെ വളരെ മികച്ച ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ഈ ഡിസംബർ മാസത്തിൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ചില മാറ്റങ്ങൾ നടക്കുന്നത് കാണുവാനുള്ള യോഗം കൈവരികയും ചെയ്യുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അത്രയേറെ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അനുഭവിച്ചതെല്ലാം ദുരിതങ്ങളും കഷ്ടകാലങ്ങളുമാണെന്ന് മാത്രം. അതായത് ഒന്ന് മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് പോലും ദിവസങ്ങളായ അവസ്ഥ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. ഇനി മറ്റു ചിലർക്കാകട്ടെ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ കൊണ്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ എല്ലാ തരത്തിലും നിരന്തരം കഷ്ടപ്പാടുകൾ മാത്രം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ പോലും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് മറ്റൊരു ഗുണകരമായ മാറ്റം സംഭവിക്കുവാൻ പോകുന്ന ഒരു സമയമാണ്. ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ കോടീശ്വര യോഗം വരെ കാണുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ പലരും വളരെയധികം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുകയാണ്. അതായത് കടം ഓരോ ദിവസവും വർദ്ധിക്കുന്നതല്ലാതെ അതിനൊരു പരിഹാരം കാണുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. മാത്രമല്ല ഓരോ ദിവസവും അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം കൂടി പല വിധത്തിലും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് ഇതിൽ ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലിയ ഒരു സമാധാനക്കേടായി നിലനിൽക്കുന്നുണ്ട്. അതായത് നിരന്തരം ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാവുകയും അതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ധനനഷ്ടവും മനസമാധാനക്കേടും ഉണ്ടാവുകയും ചെയ്യുന്നു.
ഇനി ജീവിതത്തിൻ്റെ മറ്റുള്ള മേഖലകൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാൽ അത്തരത്തിൽ എല്ലാ വിധത്തിലും വളരെയധികം ദുഃഖങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി പോലും പ്രതീക്ഷയില്ലാതിരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം ഭാഗ്യസമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ നിരന്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും ഏറ്റവും ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള യോഗം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ വന്നു ചേരുവാൻ പോകുന്ന സാമ്പത്തികമായ നേട്ടങ്ങളെ പറ്റിയാണ്. അതായത് പല പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ ഡിസംബർ മാസത്തിൽ അമിത ചെലവ് ഒഴിവാക്കുവാനും ചില ദീർഘകാല സമ്പാദ്യങ്ങൾക്ക് മുൻഗണന നൽകുവാനും കഴിയും. മാത്രമല്ല, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ധനവരവുകൾ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കടബാധ്യതകൾക്ക് വരെ പരിഹാരം കാണുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ചില നിക്ഷേപങ്ങളിൽ മുൻപ് തന്നെ ഭാഗവാക്കായിരുന്ന ചില പൂരുരുട്ടാതി നക്ഷത്രക്കാരിലേക്ക് വന്നു ചേർന്നിരുന്ന ധനനേട്ടങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്നെങ്കിലും ഈ ഡിസംബർ മാസത്തിൽ അത് വളരെ വേഗത്തിലാവുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ചില ലാഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്നവർക്കൊക്കെ ഈ ഒരു സമയം ഏറ്റവും മികച്ചതാണ്. അതായത് നിങ്ങൾ കയ്യിലേക്ക് ലഭിക്കുമെന്ന് കരുതാതിരുന്ന ലാഭവും മറ്റു ചില വ്യക്തികൾ നിങ്ങളോട് വാങ്ങിയിട്ട് അത് തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്നതാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഡിസംബർ മാസത്തിൽ ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് മനസമാധാനമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഇതിലുണ്ട്. അതായത് എപ്പോഴും കുടുംബ പ്രശ്നങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളും കൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ കലഹങ്ങളാണ്. ഇതിൽ ചിലർ ആ ബന്ധം വരെ ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിഹാരം കാണുവാനും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനക്കേടുകളിൽ നിന്ന് മുക്തി നേടുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. ഒപ്പം തന്നെ ഡിസംബർ മാസം പിറക്കുന്നതോടെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ വീടുകളിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലത്തെ ആഗ്രഹ സഫലീകരണമായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും. ഇനി മൂന്നാമതായി ഈ ഡിസംബർ മാസം പിറക്കുന്നതോടെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് തന്നെ ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും കാരണം കടുത്ത ശത്രുദോഷം തന്നെയാണ്. ഇത് ചിലർ തിരിച്ചറിയുകയും ചിലർ മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകാത്ത തരത്തിലാണ് ശത്രുക്കൾ നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്ന പല കാര്യങ്ങൾ പോലും സമയമെത്തുമ്പോൾ നടക്കാതെ പോകുന്നു. ഇനി കർമ്മ മേഖലയിലായിരുന്നാലും ചില അനിഴം നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിനനുസരിച്ചും പ്രയത്നത്തിനനുസരിച്ചുമുള്ള ഒരു പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് മാത്രമല്ല, ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഉയർച്ചയും കാണുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക്
പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഇപ്പോഴുള്ള കർമ്മമേഖലകളിൽ ഒരു ഉയർച്ച കൈവരിക്കുവാനുമൊക്കെ വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതെങ്കിലും അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അനുഭവത്തിൽ വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും അതിനുവേണ്ട സാമ്പത്തിക വഴികളെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഭംഗിയായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും. അതായത് നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ തന്നെയുള്ള ഒരു വിദേശയാത്ര യോഗമാണ് അനിഴം നക്ഷത്രക്കാരിൽ ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത്. അതായത് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭാവിയും ഒരു പുരോഗതി കാണുക തന്നെ ചെയ്യും. അപ്പോൾ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒട്ടനവധി ഭാഗ്യങ്ങളെ ഏറ്റുവാങ്ങുവാനുള്ള യോഗമാണ് ഈ ഡിസംബർ മാസപ്പിറവിയോടെ വന്നു ചേരുന്നത്. ഇനി നാലാമതായി ഈ ഡിസംബർ മാസം അതിമഹത്തായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായി കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള പല ആളുകൾക്കും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള യോഗമാണ് ഈ ഡിസംബർ മാസത്തിൽ കാണുന്നത്. ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള പല ആളുകളും വളരെയധികം ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നത് കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില നിയമക്കുരുക്കുകളിൽപ്പെട്ട് ഒരു വിധത്തിലും അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈ ഭാഗ്യസമയത്ത് ഒരു മാറ്റം കാണുവാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ചില ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം വിവാഹ തടസ്സം നേരിടുന്നുണ്ട്. അതായത് വിവാഹ കാര്യം ഒന്ന് നടന്നു കിട്ടുവാനായി നിങ്ങൾ വളരെ നാളുകളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന് ഒരു ശുഭകരമായ മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഈ ഡിസംബർ മാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് മംഗല്യയോഗം വളരെയധികമാണ്. അതായത് വിവാഹം നടക്കുന്നത് പിന്നീടാണെങ്കിൽ പോലും ഈ ഡിസംബറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില നേട്ടങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ നിങ്ങൾ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചിരുന്നതുമായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗവും ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ചില വാഹനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമാണ് ഉത്രം നക്ഷത്രക്കാരിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തിക തടസ്സം കൊണ്ട് മാത്രം പൂർത്തീകരിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ഈ ഒരു സമയത്ത് ഉത്രം നക്ഷത്രക്കാർക്ക് കഴിയും. ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ചില ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കുകയും ആ വസ്തു കച്ചവടം നടന്നതിന് ശേഷം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായി മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തടസ്സങ്ങളല്ലാതെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു നീക്കുപോക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ മാസം ഭാഗ്യസമയമാണ്. തടസ്സങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചതിലും മികച്ച രീതിയിൽ നിങ്ങളുടെ വസ്തു വിൽപ്പന നടക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ധനവരവ് ഉണ്ടാവുകയും ചെയ്യും. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമാധാനവും അധികരിക്കുന്ന തരത്തിൽ കൂടിയായിരിക്കും ഈ ഡിസംബർ മാസം അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള 4 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ ഡിസംബർ മാസം എന്നതിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.